ഹലോ, ഈ കറിച്ചട്ടിയായിരുന്ന ചെടിച്ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ? നമ്മൾ പണ്ട് സ്ട്രോബെറി നട്ടു വെച്ചതായിരുന്നു. അങ്ങനെ സ്ട്രോബെറി ഒക്കെ ഉണങ്ങിയും പോയി, അതിൻ്റെ ഒരവശേഷിപ്പ് പോലും ബാക്കിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്തുള്ള ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഇതിനകത്ത് വേറൊരു ചെടി നടാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിച്ച് വെക്കുന്നു. അപ്പോൾ ഇന്നാണ് നടാനുള്ള സമയമൊക്കെ ഒന്ന് ഒത്തു വന്നത്. അങ്ങനെ ചെടിയൊന്നും ഇല്ലെങ്കിൽ എന്നും നനയ്ക്കുന്നത് കൊണ്ട് മണ്ണ് അത്യാവശ്യം നന്നായിട്ട് ഇളകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ മണ്ണൊക്കെ ഒന്നും കൂടി ഒന്ന് ഇളക്കി തട്ടി വൃത്തിയാക്കി എടുക്കാം. ഈ ചട്ടി നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചട്ടിയായിരുന്നു കേട്ടോ ഇത് വാങ്ങിയപ്പോൾ. പിന്നെ ഇത് എങ്ങനെയാണ് പൊട്ടിയെന്ന് ഞാൻ മറന്നുപോയി. എന്തെങ്കിലും ഓട്ടെ, ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും പെട്ടല്ലോ. അങ്ങനെ അന്ന് ചെടിച്ചട്ടിയാക്കി കറിച്ചട്ടിയാണിത്. ആദ്യം ഇതിൽ നട്ടാർന്ന സ്ട്രോബെറി ഒന്ന് ചീത്തയായി പോയതാണ്. പിന്നെ ശരിയായി വന്നു. പിന്നെ രണ്ടാമത് തുടങ്ങി പോയപ്പോൾ ഞാൻ കാര്യമാക്കിയില്ല. ഇനിയും ശരിയായി വരാനാണെന്ന് വിചാരിച്ചാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ വിധി ഏതായിരുന്നു എന്ന് കൂട്ടാം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ആണി എടുത്തിട്ടാണ് ഞാൻ മണ്ണൊക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തത്. അത്രയും സോഫ്റ്റായിട്ടാണ് മണ്ണ് കിടന്നത്. ഇനി നമുക്ക് ഈ സംഭവം കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വയ്ക്കാം. അങ്ങനെ ആ ചട്ടി അവിടെ നിന്ന് പൊക്കി നമ്മുടെ മതിലിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. കണ്ടോ, എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ള ചെടി വെട്ടാനായിട്ട് പോവാം. ഈ ചെടിയാണ് ഞാനിപ്പോൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയൊരു കുഞ്ഞ് കൊമ്പൻ കണ്ടു കൊണ്ടുവന്ന് നട്ടതായിരുന്നു. ഇത് പിന്നെ അങ്ങോട്ട് പടർന്ന് പന്തലിച്ച് ചട്ടിയുടെ പുറത്തേക്ക് ചാടി നിൽക്കുകയാണ്. ഇതിൻ്റെ അറ്റം തപ്പി തപ്പിയാണ് ഞാൻ പോണത്. പിന്നെ ഇത് ഏതോ ഒരു അറ്റം കണ്ടുപിടിച്ച് കുറച്ച് മുറിച്ചെടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ മെഷീൻ ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി തുടങ്ങി. കംപ്ലൈൻ്റ് അല്ല, അതിങ്ങനെ അപ്പുറത്തോട്ട് നീങ്ങി വന്നു കഴിഞ്ഞാൽ ലോക്കായി പോകും. അപ്പോൾ ലോക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ശരിയായിട്ട് ഞാനത് വേഗം കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ വയലറ്റ് ചെടിയും കൂടെ വന്നായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് നിന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇങ്ങോട്ടേക്ക് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിടെ ചട്ടിയിലേക്ക് ഇതൊക്കെ നട്ടൊന്ന് സെറ്റ് ചെയ്ത് സുന്ദരമാക്കി എടുക്കണം. ഈ വയലറ്റ് ചെടി സൂപ്പറാണ്. ഇതിങ്ങനെ പെട്ടെന്ന് വളരും. ഇതിലും ഒരു ചെറിയ പൂ ഉണ്ടാവും, ലൈറ്റ് പിങ്ക് ഒക്കെ പോലത്തെ ഷെയ്ഡിൽ തന്നെ. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഒരു തണ്ട് അതിൻ്റെയും കൂടി അങ്ങോട്ട് പോന്നു. തൽക്കാലം നമ്മുടെ ചട്ടിയിലേക്ക് നമുക്ക് ഈ ഇലയുള്ള ചെടി മാത്രം മതി. ഈ വെള്ള ചുറ്റും വരുന്ന ഈ കുഞ്ഞ് ഇലയുള്ള ചെടി. അപ്പോൾ നമ്മൾ ഈ വയലറ്റ് പൂവിനെ നേരെ എടുത്തുകൊണ്ട് തിരിച്ച് അതിൻ്റെ ചട്ടിയിലേക്ക് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ കേട്ടോ, അത് വേഗം വളർന്നു വന്നോളും. ഇതൊക്കെ പെട്ടെന്ന് വേര് പിടിക്കും, ഒരുപാട് വളരുകയും ചെയ്യുന്ന ചെടികളാണ്. ഇതിൻ്റെ ഒന്നും പേരറിയില്ലെങ്കിലും കാണാൻ നല്ല രസമുള്ള ചെടിയാണ് ഇതൊക്കെ. നമ്മുടെ പച്ചയില ചെടി മൊത്തമായിട്ട് വെട്ടിയെടുത്തില്ല, അതുകൊണ്ട് കുറച്ചും കൂടി വെട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് വെട്ടിയെടുക്കാൻ പോവാണ്. ഇത് ശരിക്കും ഒരു അത്ഭുതം കേട്ടോ. കാരണം ഇതൊരു കുഞ്ഞ് തണ്ട് പോലത്തെ സംഭവമായിരുന്നു നട്ടത്. പിന്നെയാണ് ഇതിങ്ങനെ വളർന്ന് പടർന്ന് ഇങ്ങനെ പന്തലിച്ച് വന്നത്. അത്യാവശ്യം നല്ല കട്ടിയുണ്ട് തണ്ടിനൊക്കെ. ചെറിയ തണ്ടൊക്കെ ചെറുതായിട്ട് ഉണങ്ങി വന്നു. അതായത് അതൊക്കെ പോയിട്ട് പിന്നെയും വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണിത്. ഈ വയലറ്റ് ചെടിയാണ് ഇങ്ങനെ ടപ്പേന്ന് ഒടിയും ചെറുതായിട്ട്. അങ്ങനെ പെട്ടെന്ന് ഒടിയണ കാരണം അതും തൊടുമ്പോഴത്തേക്കും ഇങ്ങനെ ഒടിഞ്ഞു പോകും. എന്നിട്ട് അതും കൂടി ശരിയാക്കി എല്ലാം എടുത്ത് വെച്ച് കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്ന കുറച്ചും കൂടി വെട്ടി നമുക്കൊന്ന് എടുക്കാം. കാരണം നമ്മുടെ ചട്ടികൾ നടാൻ കുറച്ച് അധികം ആവശ്യമുണ്ടല്ലോ. ഇപ്പുറത്തേക്ക് എടുത്ത് ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങി. അത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒക്കെ ആയിട്ട് വരും. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 മണിച്ചെടി ഉണ്ടാകും. നമുക്ക് വേറൊരു സംഭവത്തിലേക്ക് മാറ്റി നടാം. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങളാണ് വെട്ടി ഒരുക്കി കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ചട്ടിയിലേക്ക് ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കണം. ചട്ടി നമുക്ക് നീക്കി വയ്ക്കാം. മണ്ണൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനങ്ങനെ ഇപ്പുറത്തോട്ട് മാറ്റാനായിട്ട് ഇടയ്ക്ക് 1-2 താഴെ ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്ത് വെച്ചു. ഇനി നമുക്കിത് ഏകദേശം ഒരേ അളവിലും വലിപ്പത്തിലും ഒക്കെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെട്ടി സെറ്റ് ചെയ്തെടുക്കാം. കാരണം നമുക്കിതിനകത്തേക്ക് വെച്ച് പിടിപ്പിക്കാനുള്ളതാണ്. പക്ഷേ ഇത് ഒരുപാടുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ചട്ടി കുറച്ച് ചെറുതുമാണ്. നമ്മൾ ഇല വെട്ടിയത് കുറച്ച് കൂടി പോയല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യാന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. പിന്നെ അത് വെട്ടി കറക്റ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ കുറച്ചധികം കൂടുതലുള്ള പോലെ തോന്നി. പിന്നെ ഇതൊന്നും കളയാനുള്ളതല്ല, ഇതെല്ലാം നമുക്ക് നടാനുള്ളതാണ്. ഇതാണ് ഈ പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് വരുന്നൊരു ചെടിയും കൂടിയാണ് കേട്ടോ. ഇതിലൊരു ചെറിയ കുഞ്ഞി പൂവുണ്ട്, വളരെ കുഞ്ഞിതായിട്ടുള്ളൊരു വൈറ്റ് കളർ പൂവ്. ഇതിൻ്റെ ഇലയുടെ അരികത്തൊക്കെ ഒരു സൈസ് വൈറ്റ് കളറായിട്ടാണ് വരുന്നത്. രണ്ട് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ പേരറിയില്ല. നല്ല രസമാണ് ഇതിങ്ങനെ പൂത്ത് നിൽക്കണം കാണാനായിട്ട്. പൂത്തെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറേ ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കണ്ടാവും. എണീക്കണത് ഏറ്റവും വൈകിയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നേരത്തെ പോയിട്ട് വരാൻ പറ്റില്ലാത്തതുകൊണ്ട് എപ്പോഴും വരുമ്പോഴത്തേക്ക് രാത്രിയും. അപ്പോൾ ചെടിയൊക്കെ നനയ്ക്കാൻ അല്ലെങ്കിൽ സൂക്ഷിക്കാനൊന്നും വെച്ചാൽ സമയം കിട്ടാറില്ല. രാവിലെ പിന്നെ എണീക്കുമ്പോൾ എന്തായാലും വൈകുമല്ലോ. പിന്നെ നേരെ ജോലിക്ക് പോകണം, തിരക്കായി അങ്ങനെ വന്ന് എല്ലാം ചെറുതായിട്ടൊന്ന് നശിച്ചു പോയി തുടങ്ങി. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങിയപ്പോൾ എല്ലാം ഒന്നും കൂടി രണ്ടാമത്തെ സെറ്റ് ചെയ്തെടുക്കണതാണ്. അങ്ങനെ ജോലിക്ക് പോയി എൻ്റെ സമയമൊന്നും ഓക്കെ ആവാണ്ട് വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇനി നമുക്ക് വൈകുന്നേരം വീട്ടിലെത്തണ ഒരു ജോലി മതിയെന്ന്. അങ്ങനെ നമ്മൾ അടുത്ത ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷേ വീട്ടിലിരുന്ന് ഈ ചെടിയുടെ ചോടൊക്കെ മന്തി ഞാനിപ്പോൾ ഇതുമായിട്ട് അഡിക്റ്റ് ആയി തോന്നുന്നു. അതായത് ഒന്നുമില്ല, വീട്ടിലിരുന്ന് ഭോജനം ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കാൻ മടി പിടിച്ചു, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ചെടികൾ കുഞ്ഞായിട്ട് നമുക്ക് കുരുന്ന് നുറുക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു അളവിൽ ഞാനെല്ലാം പതുക്കെ റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, മുറിച്ച് വരുമ്പോൾ ഇച്ചിരി കൂടുതലാവണ പോലെ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മുടെ ചട്ടി തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ ചട്ടി കണ്ടുപിടിക്കണ്ടേ? ഒടുവിൽ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് എല്ലാം കൂടി അങ്ങോട്ട് വെട്ടിമുറിച്ചു. ചാടിപ്പോയതൊക്കെ എടുത്തും വെച്ചു. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ പേരൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. ഇതിനൊക്കെ വേറെ വെറൈറ്റികളൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. ചുമ്മാ ഒരു രസം. പക്ഷേ നല്ലപോലെ കട്ട കുത്തിയാണ്ടോ ചെടിച്ചട്ടിയുടെ അകത്ത് നിന്നത്. അപ്പോൾ കാണാൻ തന്നെ വളരെ രസമുണ്ടായിരുന്നു. ഭംഗി നശിപ്പിച്ചിട്ടാണ് ഞാനെടുത്ത് ഈ ചട്ടിയിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്നത്. ശരിയായാൽ മതിയായിരുന്നു. ശരിയാവാണ്ട് എവിടെ പോകാൻ അല്ലേ?
അങ്ങനെ നമ്മുടെ ചെടി അളവനുസരിച്ച് വെട്ടിയൊതുക്കലിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് ആയിരിക്കുകയാണ്. ഒരുവിധം എല്ലാം തന്നെ വെട്ടിയൊതുക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ചട്ടിയിൽ സ്ഥലം കിട്ടുമോ എന്നറിയില്ല. എന്നാലും സാരമില്ല, ഒരു ഇതിൻ്റെ പുറത്ത് അങ്ങോട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അപ്പോൾ ഇത്രയും സംഭവം നമ്മൾ വെട്ടി ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്നേന്ന് നമുക്ക് എടുത്ത് നമ്മുടെ ചട്ടിയിലേക്ക് നടണം. അപ്പോൾ നമുക്കിതെല്ലാം എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കാം. ഇനി നേരെ നമുക്ക് നമ്മുടെ ചട്ടി എടുക്കാം. ഇനി നമുക്കിത് ആരംഭിക്കാം. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. മണ്ണൊക്കെ ഇളക്കിയിട്ട് നോക്കി കഴിയുമ്പോൾ ഒരു മതിച്ച കല്ല് എന്നിട്ട് ആ കല്ലെടുത്ത് നമ്മൾ കളഞ്ഞു. പിന്നെ നമ്മൾ ആദ്യത്തെ ചെടി ചെറുതായിട്ട് തട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കരിക്കുരുന്ന് എല്ലാം കൂടി അങ്ങ് നടണം. ഇച്ചിരി കുഴിയുള്ള ചട്ടി കൊണ്ട് അടിയിൽ കുറച്ചും കൂടി മണ്ണുണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മുകളിലത്തെ ലെയറിലാണ് നട്ട് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം ഇങ്ങനത്തേക്ക് വേരൊക്കെ പിടിച്ചോളും. ശരിക്കും നമ്മൾ ഈ ബൊക്കേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫില്ല് ചെയ്യും പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നിറച്ചിങ്ങനെ കുരുന്ന് കുത്തിവെച്ച് ഇതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നോക്കാണ്ടായി ചട്ടിയിൽ ചെടി നടന്നുകൊണ്ടല്ല, ഫോൺ ഇങ്ങനെ ചാരി വെച്ചിട്ട് ചട്ടിയിൽ ചെടി നടന്നുകൊണ്ട്. എന്തായാലേ ആൾക്കാർക്ക് അറിയില്ല അത് വളർന്നു വരുന്നൊരു യൂട്യൂബറാണ്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇച്ചിരി ജാളിതുള്ളതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ ഫോൺ ഓഫാക്കി എടുത്ത് വയ്ക്കും. അപ്പോഴാണ് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. വീട്ടിലിരുന്നിരുന്ന് ഞാനൊരു ഇൻവെർട്ടറായി പോയതൊരു സംശയമുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ ഈ ചമ്മലും പുറത്ത് ആൾക്കാരോട് സംസാരിക്കാത്തതൊക്കെ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാന്ന് പറയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒച്ചയ്ക്കിന് പൊങ്ങാറുണ്ട്, വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിട്ട്. അപ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും ഞാനാണ്. പിന്നെ പൊതുവെ ആൾക്കാരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക സംസാരിക്കുക ചെയ്യാറില്ല. അതും ഏകദേശം ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയും മറുപടി കൊടുക്കുകയൊന്നും ചെയ്യണ്ടല്ലോ. പിന്നെ ഒരുപാട് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ മുറ്റത്തൊന്നും അങ്ങനെ ഒത്തിരി ഇറങ്ങാറില്ല. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതുകൊണ്ടും പിന്നെ നമ്മൾ ചെടിയുടെ പുറകെ ഇച്ചിരി ആയതുകൊണ്ടും ചെടിയല്ലാണ്ട് വേറെ ഒന്നും കാണിച്ചു തരാനും കൂടി ഇല്ല. അങ്ങനെയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. അമ്മ പറയുന്നത് എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നന്നായി. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഓരോരോ പണികളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് ഇച്ചിരി സന്തോഷം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് വർത്താനം അമ്മയെ പറഞ്ഞത്, ഞാൻ ജോലികളൊക്കെ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറയണ്ട, അതിന് നിനക്ക് ചെയ്യാൻ ജോലികളൊന്നും ഇല്ലല്ലോ, നീ എനിക്ക് വരുമ്പോഴത്തേക്കും ഞാൻ എല്ലാ ജോലികളും തീർത്ത് വെച്ചിട്ടുണ്ടാവുന്നു. നമ്മൾ ഓക്കെ. ആദ്യമൊക്കെ ജോലിക്ക് പോകേണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റ് ആയിരുന്നു. രാവിലത്തെ ജോലികളെല്ലാം അമ്മയാണ് ഉച്ച വൈകുന്നേരത്തെ ജോലികളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. കാരണം വൈകുന്നേരം സീരിയൽ കൊടുക്കും, പിന്നെ സീരിയൽ ടൈമാണ്. പിന്നെ ജോലിക്ക് പോയി തുടങ്ങിയ പിന്നെ രാത്രി 9 മണി 9:30 ആകുമ്പോൾ എത്തും. എന്നാലും ഞാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. രാവിലത്തെ ഫുഡൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കും. രാവിലെ ഞാൻ എന്തായാലും വൈകിയാണ് എനിക്കുള്ളൂ. അതൊക്കെ പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് തിന്നി മാറുന്നു. പിന്നെ ചെടികൾ, ഇപ്പം ചെടികളുടെ വണ്ടി വന്നാലൊക്കെ അമ്മയും വിളിക്കൂട്ടോ. അമ്മ ഇടയ്ക്കിടയ്ക്ക് ചെടികളൊക്കെ മേടിച്ചു കൊണ്ടുവരും. അമ്മ നമ്മുടെ ആർക്കടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോഴേലും 1-2 ചെടികളൊക്കെ ഇങ്ങനെ പറിച്ചൊക്കെ കൊണ്ടുവരാറുണ്ട്. പണ്ടൊക്കെ ഞാൻ തന്നെ ചെടിച്ചട്ടി മേടിച്ചിട്ട് വഴക്കുണ്ടാകുമ്പോൾ ഞാൻ തന്നെ ചെടിച്ചട്ടിയൊക്കെ പിടിച്ചുകളയായിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വഴക്ക് പറയുമ്പോൾ ചെടിച്ചട്ടി വീണ്ടും മേടിക്കും. അങ്ങനെ എന്തുമാത്രം കുസൃതികളാണെന്നോ. അപ്പോൾ നോക്കിക്കുക, നമ്മുടെ ചെടിയൊക്കെ നമ്മൾ ഏകദേശം ഫുള്ള് നട്ട് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ബാക്കി വന്ന ഗ്യാപ്പിലേക്കും കൂടി ബാക്കി ഇരുന്ന 3-4 കൂടി ഫില്ല് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെയല്ല, നമ്മുടെ ചെടിക്ക് ഇച്ചിരിയും കൂടി സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. നമ്മുടെ ചെടി കറക്റ്റ് ഇതിലുണ്ടായിരുന്നേ, കുറച്ചും കൂടി എടുക്കായിരുന്നു. ഞാൻ വിചാരിച്ച എന്തായാലും കുറച്ച് വേസ്റ്റായി പോകുന്നു. പക്ഷെ അങ്ങനെയൊന്നും വേസ്റ്റായി പോയില്ല. നമ്മളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുത്ത് വെച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബൊക്കേറ്റ് പോലെയുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് പറിച്ച പോലെ കുറച്ചും കൂടി ബുഷിയായിട്ട് നല്ല തിക്കായിട്ട് നിൽക്കണ്ട. ഇനി 2-3 ദിവസം കഴിയുമ്പോൾ ഒന്ന് വാടും, പിന്നെയാണ് ശരിയായി വരുള്ളൂ. അങ്ങനെ നമ്മുടെ റെഡിയാക്കി വെച്ച് ചട്ടി എടുത്ത് ഞാൻ ഈ മരത്തിൽ തൂക്കാൻ പോയി. ഇത് നമ്മുടെ ചമ്പമരമാണ്. ഇതന്ന് വെട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഈ താഴത്തെ കൊമ്പിൽ തൂക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇച്ചിരിയും കൂടി താഴത്തേക്കായി പോലും എന്ന് വിചാരിച്ച് ഞാൻ ആ മുകളിലത്തെ കൊമ്പിലേക്ക് ഇട്ടു കേട്ടോ. അതിന് കുറച്ച് കനം കുറവാണ്, എന്നാലും സാരമില്ല. പിന്നെ ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. കാണാൻ നല്ല രസമുണ്ടായി. അപ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നി. പിന്നെ ഞാനൊരു ഫോട്ടോയൊക്കെ എടുത്തു അതിൻ്റെ കൂടെ നിന്ന്. എല്ലാം അറേഞ്ച് ചെയ്ത് വന്നു കഴിയുമ്പോൾ നല്ല രസമുണ്ടായിട്ടോ കാണാനായിട്ട്. നല്ല പച്ചപ്പോടുകൂടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു 2-3 ദിവസത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വാടലുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണോ ഒന്ന് ഓക്കെ ആയിട്ട് വേരൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ടാവുന്ന സാരം. ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് സൂപ്പറായിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് നനച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ ചെടി നനയ്ക്കേണ്ടപ്പോൾ തന്നെ ബാക്കി ചെടികളും കൂടി ഒന്ന് ജസ്റ്റ് നനച്ചു. അങ്ങനെ എല്ലാം നനച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ചെടിയൊക്കെ നടൽ കഴിയാറ്. എനിക്ക് എന്തായാലും നട്ട് കഴിഞ്ഞിപ്പിച്ച് സന്തോഷമായിട്ടോ. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ നോക്കി. കുറേ നാളായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാർത്താണ്.